ഗൈസ് ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ ചാകരയാണ് ഗൈസ്, ചാകര. ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. ഇടവേള ബാബു, ജയസൂര്യ തീർന്നില്ല. ഇടവേള ബാബു, മെനിയം പിള്ള രാജു, ഷൈൻ ടോം ചാക്കോ, ബാബുരാജ്. മലയാള സിനിമാറ്റിക് ഇൻഡസ്ട്രിയാണോ മലയാളം കോൺ ഇൻഡസ്ട്രിയാണോ? ഇവിടെ ഉണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ചെകുത്താൻ ഇപ്പൊ ലോട്ടറി എടുത്ത് എന്തായാലും അടിക്കും ഗൈസ്. ഇതിനെ കുറിച്ചുള്ള എന്റെ ഒപ്പീനിയൻ പറയണ മുമ്പ് നമുക്ക് വേറൊരാളിനും കൂടി പരിഗണിക്കാണ്ട്. സ്വന്തം കഴിവിലൂടെ കേറി വാ മച്ചാ, എന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? എന്റെ മച്ച, എന്നാൽ ഇങ്ങനെ ഒരു ക്യൂട്ട് കഴിവ് ഉള്ളിലുണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇപ്പൊ ജയിലിൽ പോകുന്ന ഒരുവിധം എല്ലാ ആളുകളും പണ്ട് കുറെ നന്മ കളിച്ചിട്ടുള്ളതാണ്. പണ്ട് വിനോദ് എന്ന് പറഞ്ഞ വേറൊരു കുട്ടിയുടെ അക്കൗണ്ടിൽ കോഴിത്തരം കാണിച്ചപ്പോൾ നമ്മുടെ വിജയ മച്ചൻ അതിന് റിയാക്ട് ചെയ്ത് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്റെ അണ്ടി വിനോദേ, നിന്റെ അണ്ടി വിനോദാ? എടാ 16 വയസ്സുള്ള കൊച്ച ഓസ്കോയുടെ പൊട്ട. സീരിയസ് ആയിട്ട് നീ ഇങ്ങനൊന്നും വെക്കില്ല. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഈ അണ്ടി വിനോദിനെ പോലെ കുറെ വിനോദന്മാരും ഉണ്ട്. അപ്പം ഡയറക്റ്റ് പോലീസ് ഇത് കേസ് എടുക്കുക. പറ്റിയ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഡയറക്റ്റ് കേസ് എടുക്കുക. കാരണം ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെച്ച് വാഴിപ്പിക്കരുത്. സ്വന്തം ഭാവി പ്രവചിച്ച ലോകത്തിലെ ആദ്യത്തെ യൂട്യൂബർ എന്തായാലും ഒരു ദിവസം പെണ്ണ് കേസ് പെടുന്നറിയാം. പക്ഷെ പോക്സോ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ക്ഷത്രിയ ജീവിതത്തിൽ ഇതുപോലൊരു വീരനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇദ്ദേഹത്തിന്റെ പേരാണ് വിജയ മച്ചാൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കോഴികളുടെ ഇൻസ്പിറേഷൻ. പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾക്ക് എന്നും ഒരു പേര് സ്വപ്നം. ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങളുണ്ട്. ഓ സോറി, തെറ്റെന്റെ ഭാഗം. ഇന്നവൻ കിടന്നുറങ്ങുന്നതിന്റെ ഗവൺമെന്റ് പ്രൊട്ടക്ഷനിലാണ്. ദ വൺ ആൻഡ് ഓൺലി കോട്ട് വിജയ മച്ചാൻ, ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. നോ ഗോൾഡ് ഡിഗർ ഓഫ് ആൾ ടൈം. ഗൈസ്, ഞാൻ വിജയ മച്ചാനെ വെച്ച് കുറെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് സന്തോഷം വിജയ മച്ചാൻ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയൊരു ഈ അടുത്ത സമയത്ത് ഒരു പൂച്ചയുടെ ഇത് വെച്ചിട്ട് ഒരു പയ്യന് അവൻ നല്ലപോലെ ഇതാക്കുന്നുണ്ട്. അവന് മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇതിനകത്ത് പെടുന്ന പാടെന്താണ്. നമുക്ക് ചിലപ്പോൾ അടി കിട്ടാം. അത് അറിഞ്ഞോണ്ട് എന്തിനാണ് കുട്ടാതെ ഈ പഠിക്ക് നിൽക്കുന്നേ? എനിക്കറിയാം, ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. അങ്ങനെ വിജയ മച്ചാന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. തേടി വന്നത് പോലീസാണെന്ന് മാത്രം. പോലീസിനെ കാത്തിരിക്കാൻ നീ ആരടാ? ദൃശ്യത്തിലെ ലാലേട്ടനാ? അപ്പൊ അവള് എക്സ് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അന്ന് അവളെ തീരുമാനം ഭയങ്കര ബെറ്റർ ആണ്. അതായത് എന്നെ വേണ്ടാന്ന് വെച്ചത് ഭയങ്കര ബെറ്റർ ആയിരുന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മാറ്റി പറയിപ്പിക്കണം ഭയങ്കര ആഗ്രഹം. അതായത് ചിന്തിപ്പിക്കണം, അവിടെ മനസ്സിൽ തന്നെ 1000 പ്രാവശ്യം ചിന്തിപ്പിക്കണം അന്ന് അവൾ ചെയ്ത് തെറ്റായിരുന്നു, അന്ന് കളയണ്ടായിരുന്നു എന്നുള്ളത്. അതാ ഒരു വാശിപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തത്. ജീവിതത്തിൽ ഇത്രയും ഉയരത്തിലെത്തിയ സ്ഥിതിക്ക് എന്തായാലും അവളൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സെക്സ് എന്താണെന്ന് അറിയത്തില്ല, ഒരു ശുദ്ധ പ്രണയമില്ല. ഇല്ല. ഇപ്പോൾ എല്ലായിടത്തും സാധനം വേണം. ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടക്കും. പിറ്റേ ദിവസം രാവിലെ പോലീസ് ഇതുപോലെ വന്ന് അറസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. കർമ്മ ഈസ് സോ റിയൽ ബ്രോ. ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് അധികം പറയാനും പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴൊക്കെ ഒരുപാട് ഹണി ട്രാപ്പ് മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡെയിലി ഒരെണ്ണെങ്കിലും ചിലപ്പോൾ വിജയ മച്ചനെ ട്രാപ്പിലാക്കിയതാവാനും ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എന്താ സംഭവിച്ചു. അപ്പോൾ ഗൈസ്, ബാക്കി വീഡിയോ മെയിൻലി നമ്മുടെ ആശീർവാദ് സിനിമാസ് മമ്മൂട്ടി കമ്പനി ഒന്നിച്ച് ലാലായിട്ടും മമ്മൂക്കി ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ പോവാണ് ഗൈസ്. കുറെ വർഷങ്ങൾക്ക് ശേഷം മലയാളം ഇൻഡസ്ട്രി ഇപ്പോഴാണൊന്ന് കംബാക്ക് അടിച്ചത്. ഇപ്പൊ വീണ്ടും ഗോ ബാക്ക് അടിക്കും തോന്നുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, മലയാള ഇൻഡസ്ട്രിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. സഹകരണമാണ് സാറേ മലയാള ഇൻഡസ്ട്രിയുടെ മെയിൻ. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട. നമ്മുടെ മലയാള സിനിമാറ്റിക് ഇൻഡസ്ട്രി ഇത്രയ്ക്കും അതപ്പതിച്ചു പോയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പണ്ടേ നമ്മുടെ ബാലണ്ണം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ആരും അതിന് മൈൻഡ് കൂടി ചെയ്തില്ല. ഇപ്പൊ വീണ്ടും പഴയ നടിമാര് പറഞ്ഞ ഇന്റർവ്യൂസും ദിലേ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ട്രെൻഡിങ് ആയിട്ടുണ്ട്. താങ്ക്സ് ടു ട്രോളന്മാർ. പങ്കെടുക്കില്ല തന്നെയാണ് അവനെ ജീവിതം നിർത്തേണ്ടി വന്നാലും പങ്കെടുക്കില്ല. അതങ്ങനെയാണ്, പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. സുരേഷ് ഗോപിയും തിലകൻ ചേട്ടനൊക്കെ നമ്മുടെ ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആരും അതിനെ മൈൻഡ് ആക്കിയില്ല. നമ്മുടെ മലയാള സിനിമാറ്റിക് ഇൻഡസ്ട്രി ഇത്രയ്ക്ക് മതപ്പതിച്ച് പോയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ സിനിമാറ്റിക് ഇൻഡസ്ട്രി ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്റെ കൂട്ടുകാരൻ മോഡലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു 2 കൊല്ലം. അവൻ വലിയ കാര്യത്തിൽ ഡിഗ്രിയൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അവന് മനസ്സിലായത് അവിടെ പെണ്ണുങ്ങളിലൊക്കെ അവസ്ഥ ആണുങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് സർവേ ചെയ്യണം പറഞ്ഞാൽ അവിടെ പവറുള്ള കുറച്ച് പേരുണ്ടാവും, അവർക്ക് കുഞ്ഞു കൊടുക്കേണ്ടി. എന്നിട്ട് അവൻ അതും പറ്റാണ്ട് അതും കിട്ടിയത് അവൻ 1 കൊല്ലം ഡിപ്രഷൻ അടിച്ച് നടക്കുക. ജോസ് ടാൾക്സിലൊക്കെ മോഡൽസിന്റെ സ്റ്റോറി വരും, അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലുള്ള ക്രിമിനൽസ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ഇതുപോലെ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവർക്ക് അവരുടെ പവർ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻഡസ്ട്രിയിൽ ആണുങ്ങളെ മാത്രം കുറ്റം പറയും, പെണ്ണുങ്ങളെല്ലാവരും വിറ്റം കാർഡ് കളിച്ച് കളിക്കും. എല്ലാ മനുഷ്യന്മാരും ഗ്രേ ആണ്, ആരും പ്യുവർ വൈറ്റ് ആയിരിക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇൻവോൾവ് ആണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ കുറ്റമുള്ള ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് വിറ്റിംഗ് കാർഡ് കളിച്ചോണ്ട്. ഈ വിറ്റിംഗ് കാർഡ് കളിച്ചവരുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ സ്ത്രീ മുമ്പ് ഇതുപോലെ 14 പേരുടെ പേര് എടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഇവരെന്നെ സെക്ഷലി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരാളുടെ ഭാര്യ സൂസൈഡ് അറ്റംപ്റ്റ്
അറ്റംപ്റ്റ് നടത്തി. ഇതിനെക്കുറിച്ച് സീക്രട്ട് ഏജന്റ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലായി ഈ വിക്ടിം കാർഡ് കളിക്കുന്നവർ അത്ര നല്ല ആളുകളൊന്നും അല്ല. ചിലപ്പോൾ ഇവർ വരുന്നത് ഈ ഫേമസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ബിഗ് ബോസിലേക്ക് ആളുകൾ പോകണോ അവർക്ക് അവരുടെ ജീവിതം വെച്ച് ഫേമസ് ആവും. മീഡിയക്കാർ ഇപ്പോൾ ഓൾറെഡി ഇത്രയും സിനിമ നടന്മാരെ പ്രതിയാക്കി, അവർക്ക് ഒരു തെളിവ് ആവശ്യമില്ല. ഇതിൽ ഉറപ്പായിട്ടും ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് ഏത് ജെന്യൂൻ ഏത് കള്ളെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എല്ലാ കേസും എല്ലാ നടന്മാരുടെയും തലയിൽ ബ്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ മലയാളം ഇൻഡസ്ട്രി ഉണ്ടാവില്ല. നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ കൺസെന്റോട് കൂടി ഏത് സെക്ഷൽ ആക്ടിവിറ്റിയും ചെയ്യാം. അത് തടയാൻ ഏത് നിയമത്തിനും പറ്റത്തില്ല. പിന്നെ കുറെ കേസസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൺസെന്റോട് കൂടി ചെയ്തിട്ട് പിന്നെ കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളെ നാറ്റിക്കാൻ വേണ്ടി മാത്രം കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത്. ഇതുപോലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസിന് മീഡിയക്കാർ ഒരു തെളിവില്ലാണ്ട് സപ്പോർട്ട് ചെയ്യും. ഒരു റേപ്പ് കേസിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ പ്രതിയായിട്ടാണ് എല്ലാവരും കാണുള്ളൂ. പിന്നെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് കോടതിയിൽ നിങ്ങൾ പ്രതിയെല്ലാം തെളിയിക്കേണ്ടത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ എങ്ങനെയാണ്. ഇതിലിപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഫേക്ക് ആയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ അത് തെളിയിക്കുന്ന മുമ്പ് തന്നെ മീഡിയക്കാർ എല്ലാവരും പ്രതിയാക്കി. പിന്നെ കുറെ പേര് പറഞ്ഞു നടക്കേണ്ടത് നമ്മുടെ പൈസക്കാണ് അവന്മാരെ നടന്മാരായത്, നമ്മളാണ് അവന്മാരെ നടന്മാരാക്കിയത്. നമ്മൾ ആരിനെയും നടന്മാരാക്കിയിട്ടില്ല. അവർ അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് നടന്മാരായത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല അവന്മാർ നടന്മാരായത്, അവന്മാർ നടന്മാരായിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നത് നിർത്തുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.